ഹായ് മക്കളെ, 2020 കോവിഡിൻ്റെ സമയത്ത് ഈ കുട്ടിയൊക്കെ ഓൺലൈനായി പഠിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാക്കിയാലോ എന്നുള്ള ഐഡിയ ആയിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും എന്നെ തളർത്ത് ചെയ്ത് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തില്ല. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എടാ ഇപ്പോൾ നോക്ക്, ബൈജൂസ് ഉണ്ട്, അൺഅക്കാഡമി ഉണ്ട്, വേദാന്തം ഉണ്ട്, ഇവരൊക്കെ കത്തി നിൽക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ നിനക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നാ. ഈ കത്തി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എജു പോട്ടോ സൈലോ എന്നുള്ള പോലെ അല്ല കേട്ടോ, എല്ലാവർക്കും ഇവരെ കുറിച്ചൊക്കെ അറിയാം. അപ്പം അത് കേട്ടപ്പോൾ ഇവരൊക്കെ നാട്ടിലിങ്ങനെ തേരാപ്പാര നടക്കുന്ന ഫ്രണ്ട്സിനോടല്ല കേട്ടോ ഞാൻ ചോദിച്ചത്, അത്യാവശ്യം സ്റ്റാർട്ടപ്പൊക്കെ റൺ ചെയ്ത് നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരോടാ. പക്ഷെ അന്നേരം ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചു, ഇതിപ്പോൾ തുടങ്ങുമ്പോൾ എന്താ നഷ്ടം, കുറച്ച് നേരം ക്ലാസ് എടുക്കേണ്ടി വരും, പിന്നെ ആപ്പൊക്കെ ജസ്റ്റ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും അങ്ങോട്ട് തീരുമാനിച്ചു തുടങ്ങിക്കളിയാന്നുള്ളത്. ആൻഡ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. നിങ്ങൾക്കറിയാം ഇപ്പോൾ എജു പോട്ടോ ഇവിടെ ഉള്ളത്. ഇതുപോലെ മറ്റൊരു കഥ പറയുകയാണെങ്കിൽ, ഒരു 3 വർഷം മുമ്പ് ഒരു പയ്യൻ ചൈതൻ, നിങ്ങളൊക്കെ പോലെ തന്നെ എന്താണ്, അന്ന് അവൻ +2 പഠിച്ചുകൊണ്ടിരിക്കുക. +2 എക്സാം എഴുതി, വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ +2 കഴിഞ്ഞിട്ട് 2-3 മാസം സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ നീറ്റ് ക്രാഷിന് പോവാം. അപ്പോൾ അവനെ വിളിച്ച്, അപ്പോൾ അവൻ പറഞ്ഞാ ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, എന്തായാലും നീറ്റ് കിട്ടുമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർബന്ധിച്ചപ്പോൾ അവന് വെറുതെ തോന്നിയത് ജോയിൻ ചെയ്തല്ല. എജു പോട്ടൊന്നും അല്ല കേട്ടോ ജോയിൻ ചെയ്ത്, നാട്ടിലേതോ ഓഫ്ലൈൻ ട്യൂഷൻ സെൻ്ററിലാണ്. നീറ്റ് കഴിച്ചു. അവൻ ആകെ കിട്ടിയത് 230 മാർക്ക് എങ്ങനെ, വളരെ കുറവാണ്. എല്ലാവർക്കും നല്ല മാർക്കുള്ള സമയത്ത്. പക്ഷെ ആ നീറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, 1 വർഷം ഇതിന് സ്പെൻഡ് ചെയ്താൽ എന്തായാലും എനിക്ക് കിട്ടുന്നു. അതായത് അതുവരെ നീറ്റ് എഴുതണമെന്നോ ഡോക്ടർ ആവണമെന്നോ ആഗ്രഹമൊന്നും ഇല്ലാത്തവന് ആ നീറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ, 1 വർഷം റിപ്പീറ്റ് ചെയ്താൽ കിട്ടുന്നുള്ളത്. പിന്നെ അവൻ നേരെ എജു പോർട്ടിലേക്ക് വന്ന് 1 വർഷം റിപ്പീറ്റ് ചെയ്ത് അവനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. ചൈതൻ, നോട്ട് ദ നെയിം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ അവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് +2 കഴിഞ്ഞിട്ട് എന്താ എടുക്കേണ്ടതെന്നൊന്നും ആലോചിക്കാത്ത ആ പയ്യന് വെറുതെ ഒരു ക്രാഷിന് ജോയിൻ ചെയ്യാന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പം അവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. കൂലിപ്പണിക്കാരനാണ് അച്ഛൻ. അപ്പം സാധാരണ നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അവന് നല്ല രീതിയിൽ MBBS പാസ്സാവും, PG കഴിയും, നാട്ടിലൊരു പ്രമുഖ ഡോക്ടറാവും, കുടുംബം തന്നെ രക്ഷപ്പെടും. അതായത് നമ്മൾ എടുക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസ്, അന്ന് വെറുതെ തുടങ്ങിയാലോന്ന് ഞാൻ ആലോചിച്ചതോ അല്ലെ ക്രാഷിന് പോകാമെന്ന് ആലോചിക്കുന്നത് ഇത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ഒന്നും ആയിട്ടല്ല നമ്മളൊന്നും എടുക്കുന്നത്. പക്ഷേ ലൈഫ് തന്നെ മാറ്റിമറിയും. അപ്പോൾ നിങ്ങൾ ഈ കഥയൊക്കെ എന്തിനാ സാറ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, സാറേ JEE എഴുതണോ, വെറുതെ അല്ലേ, പൈസ പോവല്ലേ, അതായത് 1000 റുപ്യ പോകുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെ എഴുതിയോണ്ട് നിങ്ങൾക്ക് കിട്ടാനൊന്നും ചാൻസ് ഇല്ല. കാരണം എന്താ, +1ഉം +2 മുതൽ തന്നെ ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്, രാവും പകലിരുന്ന് പഠിക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമൊന്നുമില്ലായിരിക്കും. പക്ഷേ ഒരു പക്ഷേ എന്തായിരിക്കും, അന്ന് ചൈതന് സംഭവിച്ചു അല്ലേ, അല്ലെ എനിക്ക് സംഭവിച്ചു അല്ലേ, ചിലപ്പോൾ ഇതെന്തിൻ്റെയോ ഒരു തുടക്കമായിരിക്കും. എടാ നിങ്ങളൊന്ന് ആലോചിച്ചു, ആ 1000 രൂപ പോകുന്നത് ഒഴിച്ച് വേറെ നിങ്ങൾക്ക് ഒരു നഷ്ടം ശരിക്കും സംഭവിക്കുന്നില്ലല്ലോ. അഥവാ നിങ്ങൾക്കൊരു തോന്നുകയാണ്, എന്ത് ചെയ്യുക, ഒന്നും കൂടെ പഠിച്ചാൽ phase 2 എനിക്ക് കിട്ടും, അല്ലെങ്കിൽ 1 വർഷം റിപ്പീറ്റ് ചെയ്താൽ എന്തായാലും കിട്ടും, ഇതിൻ്റെ സാമ്പിളും സാധനങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ട് തോന്നുകയാണെങ്കിൽ, NIT കാലിക്കറ്റിൽ ഈ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലെ ടോപ്പ് സാലറി എത്രയാണ് വന്നത്? 66 ലക്ഷം രൂപയാണ്. ആരാ കൊടുത്ത്? മീഷോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന IIT കേട്ടോ മീഷോ. അതായത് മാസം ഏകദേശം 5.5 ലക്ഷം രൂപ. കഴിഞ്ഞ വർഷം IIT മദ്രാസിലെ ടോപ്പ് സാലറി 4.3 crore. ഇതൊക്കെ വർഷത്തിലാട്ടോ. അതായത് മാസം ഏകദേശം ഒരു 35 ലക്ഷം രൂപ സാലറി. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്കുള്ള ചെറിയൊരു സ്പാർക്കായിരിക്കും ഈ സാധനം ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഇപ്പം എനിക്ക് IITയിൽ അഡ്മിഷൻ കിട്ടിയാൽ പോലും ഞാൻ എൻജിനീയറിങ്ങിന് പോകില്ല എന്ന് തീരുമാനിച്ച മക്കളാണെങ്കിൽ JEE എഴുതരുത്. JEE എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഈ 1000 രൂപ ഒരു പക്ഷേ എന്തായിരിക്കും, ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ എന്തായിരിക്കും, കുറേ കാലം, ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങളെ കൂടെ പഠിച്ച ആരെങ്കിലുമൊക്കെ എന്താ വലിയ സെറ്റപ്പിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്, ഇവൻ അന്ന് JEE എഴുതിയിട്ട് NITയിൽ IITയിലൊക്കെ പഠിച്ച പയ്യനായിരുന്നു തോന്നുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു റിഗ്രറ്റൊക്കെ തോന്നും. അപ്പോൾ ആ റിഗ്രറ്റ് തോന്നാതിരിക്കാനും നിങ്ങൾ ഇത് എഴുതണം. ഇതിൻ്റെ കാര്യം പറയാൻ കാരണം വെച്ചാൽ, എൻ്റെ ഉമ്മാക്കൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ, എന്നെ ഒരു കളക്ടർ ആക്കണം എന്നുള്ളത്. എനിക്കും അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം ഈ എജു പോട്ട് തുടങ്ങി അതിൻ്റെ ഇടയിലും ആ ആഗ്രഹം വെച്ചപ്പോൾ 1 വർഷം ഞാൻ ചുമ്മാ പോയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സിവിൽ സർവീസിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയുന്നില്ല. അപ്പോൾ ആ എക്സാം പ്രിലിംസ് എഴുതിയിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത്. കാരണം എന്താ, അതിലെ ചോദ്യങ്ങളൊക്കെ വെറുതെ കുറേ സാധനം എന്താണ് ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ട് അത് ഒരിക്കലും എന്നെ കൊണ്ട് പറ്റൂല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇപ്പോഴും എന്താണ്, തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ റിഗ്രറ്റ് ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് എഴുതി നോക്കാമെന്ന് തോന്നലുണ്ടാകും. അപ്പം JEE എഴുതിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് ആ തോന്നുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് സമാധാനിച്ചോളൂ, എന്ത് 1 വർഷം പാഴായില്ലല്ലോ എന്നുള്ളത്.
ഓക്കെ, അല്ല ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന പണിയായിരുന്നില്ല എന്നുള്ളത്. അപ്പം ഈ 2 റീസൺ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും ജെ എഴുതണം, ആ സ്പാർക്ക് കിട്ടാനെങ്കിലും. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല, ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നാൽ കുറേ കുട്ടികൾക്ക് സാറേ ഇക്കുറി കിട്ടുകയാണെങ്കിൽ ഞാൻ NIT പോകും, റിപ്പീറ്റ് ഒന്നും ഞാൻ ചെയ്യൂല, എൻ്റെ 1 വർഷം വേടാ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, 1 വർഷം പോയിട്ട് ഈ സാലറി ഒന്നും വേണ്ട, ഇതിൻ്റെ പകുതിയിലൊന്ന് നമുക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപ വർഷത്തിൽ, അല്ലെ മാസം 1 ലക്ഷം രൂപ സാലറി ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ പോയ 1 വർഷം വലിയ വിഷയമാണോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾ ജെ അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ്റെ ഇത് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോ ഈ ചാനൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്, ലിങ്ക് ഇതിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റും. ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഫേസ് വേണമെങ്കിൽ എഴുതട്ടോ. 1000 റുപ്യ പോട്ടെ, പെൺകുട്ടിയൊക്കെയാണ് 800 റുപ്യ.